ഒരു വശത്ത് ശ്രീരാമനും ലക്ഷ്മണനും വാനരസേനയും, മറുവശത്ത് രാവണനും കൂറ്റൻ രാക്ഷസപ്പടയും. രാമരാവണ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അഹങ്കാരത്തോടെ തലയോർത്തി നിന്ന രാവണനെ കണ്ടതും ജാംബവാൻ കോപാകുലനായി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അതീവ ശക്തമായ ഒരു ചവിട്ടിലൂടെ രാവണന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. അപ്രതീക്ഷിതമായ പ്രഹരത്തിൽ രാവണൻ ബോധരഹിതനായി നിലം പതിച്ചു. ഇതു കണ്ട പരിഭ്രാന്തരായ രാവണന്റെ തേരാളി ഉടൻ തന്നെ രാവണനെ രഥത്തിൽ കയറ്റി യുദ്ധകളത്തിൽ നിന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. രാവണനെ പിന്തുടർന്ന് വധിക്കാൻ ലക്ഷ്മണൻ ഒരുങ്ങിയെങ്കിലും ശ്രീരാമൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മണ, യുദ്ധത്തിൽ ബോധരഹിതനായി വീണ ഒരാളെ വധിക്കുന്നത് ധർമ്മമല്ല. തുടർന്ന് ലങ്കയിൽ കൊട്ടാരത്തിലെത്തിയ രാവണന് വൈദ്യന്മാർ ചികിത്സ നൽകി. ഈ സമയം അവിടെ എത്തിയ ശൂർപ്പണഖ രാവണനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, 14,000 രാക്ഷസന്മാരെ കൊന്നൊടുക്കിയ ആ രാമനല്ല, ഒരു സാധാരണ വനവാസിയാണ് നിങ്ങളെ തോൽപ്പിച്ചത്. ഈ വാക്കുകൾ കേട്ട് രാവണൻ കോപാകുലനായി കണ്ണു തുറന്നു. വൈദ്യനെ ചവിട്ടിത്തെറിപ്പിച്ച് തേരാളിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് രാവണൻ അലറിക്കൊണ്ട് പറഞ്ഞു, എന്നെ എന്തിനാണ് ഒരു ഭീരുവിനെ പോലെ യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷിച്ചിവിടെ കൊണ്ടുവന്നത്? തേരാളി ഭയത്തോടെ പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ ജീവൻ രക്ഷിക്കുക എന്നത് എന്റെ കടമയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ഇവിടെ കൊണ്ടുവന്നത്. ജാംബവാന്റെ ആ ചവിട്ട് രാവണന്റെ അഹങ്കാരത്തിന് ഏറ്റ വലിയ പ്രഹരമായിരുന്നു. താൻ അജയ്യനാണെന്ന രാവണന്റെ വിശ്വാസത്തിന് ആ സംഭവം ഇളക്കം തട്ടി. തന്നേക്കാൾ വലിയ ശക്തി ഈ ലോകത്തുണ്ടെന്ന് രാവണൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ആ അപമാനം രാവണന് വലിയൊരു പാഠം നൽകി. ജാംബവാൻ രാവണനെ ചവിട്ടിയ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ശ്രീറാം.